നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞു കയറി കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറങ്ങിയത്. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പുലർച്ചെ 4-നാണ് നാടിന് നടുക്കിയ അപകടം. 1 വയസ്സുള്ള വിശ്വ, 4 വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയത് എൻ്റെ ഭാര്യൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് എൻ്റെ വണ്ടി നിന്നത്. രണ്ടാമത് എന്നെ പേടിച്ചിട്ട് അയാൾ വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി 2 പ്രാവശ്യം കയറ്റിയിട്ടാണ് മുമ്പിൽ കിടന്നവരെ വണ്ടി കയറ്റുന്നത്. എല്ലാവരും പോസ്റ്റ് ഔട്ട്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തടിലോറി മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ്. ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി MP രാജേഷ്. വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും. അപകടത്തിന്റെ നിർണായ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ട് പോകുന്നതും ഓടിച്ചുപോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറെയും ക്ലീനറെയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. 24 തൃശൂർ. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം പാലക്കാട് ഗോവിന്ദാപുരത്തെ ശ്മശാനത്തിലെത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ ബന്ധുക്കളും ജില്ലാ കളക്ടറും ഉൾപ്പെടെ ശ്മശാനത്തിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ഇപ്പോൾ ചേരുന്നുണ്ട്. ഇവിടെ നിന്ന് നിഖിൽ, വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോൾ ഇതായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അവിടെ അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 5 പേർക്കും അതിവൈകാരികമായി വിട നൽകുകയാണ് അവരുടെ ഒപ്പമുള്ള ആളുകളെല്ലാം തന്നെ. ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി വരുന്ന സമയത്ത്, അതായത് ഇവർക്ക് ഈ വഴിയോരങ്ങളിലും മറ്റുമാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ ഈ വീട് വിട്ടുപോവുകയും പിന്നീട് ദിവസങ്ങളോളം അവർ അന്യദേശങ്ങളിലാണ് ഉണ്ടാകാറ്. ആ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ തെരുവുകളിലും റോഡോരങ്ങളിലും ഒക്കെയാണ് താമസിക്കാറ് എന്നാണ് അവർ പറയുന്നത്. വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഈ മീൻകര ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ശ്മശാന പരിസരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 5 പേരുടെയും മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ആളുകൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വേദന തളം കെട്ടി നിൽക്കുന്ന മുഹൂർത്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി MP രാജേഷ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇവർക്കൊന്നും തന്നെ തങ്ങളുടെ ഉറ്റവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ഈ മരണം ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പക്ഷേ അതിനു മുൻപും അവരുടെ വേദനകൾ ഇവിടെ തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. പല ആളുകളും ഇവിടെ ബോധരഹിതരായി കിടക്കുന്നു. അവർക്കൊന്നും തന്നെ ഈ മരണം ഉൾക്കൊള്ളാൻ, ഈ അർദ്ധരാത്രിയിൽ ഉണ്ടായ 5 പേരുടെ മരണം ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവർ ഈ സുരക്ഷിതമെന്ന് കരുതി മാറിക്കിടന്ന സ്ഥലത്താണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായതും 5 പേർക്ക് ഒരൊറ്റ ദിവസം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായതും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം താമസിക്കുന്നത് തന്നെ, നമ്മളിപ്പോൾ ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒട്ടും തന്നെ സുരക്ഷിതയില്ലാത്തൊരു ഇടത്താണ് അവർ ഇവിടെ തന്നെ കഴിഞ്ഞിരുന്നത്. മറിച്ച് അവർ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ എവിടെയാണോ അവർക്ക് സാധ്യമാവുന്നത്, എവിടെയാണോ അവർക്ക് ഒരു അഭയം കിട്ടുന്നത്, അവിടെ അവർ കിടന്നുറങ്ങാറും അവിടെയാണ് അവർ രാത്രിയിൽ കിടന്നുറങ്ങാറും ഒക്കെ. അത്തരത്തിൽ ഇന്നലെ ഈ സുരക്ഷിതം എന്ന് കരുതി അവർ മാറിക്കിടന്നൊരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായത്. ഈ മദ്യലഹരിയിൽ വന്ന ഒരു ലോറി, അതും ഓടിച്ചിരുന്നത് ക്ലീനറാണ്. നമുക്കറിയാം, ലൈസൻസ് പോലും ഇല്ലാത്ത ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന് പിന്നാലെ അവിടുന്ന് രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കുകയുമായിരുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 5 പേർക്കും ഈ നാട് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ കുറച്ച് സമയം മാത്രമേ ഈ നാട്ടിലുണ്ടാകാറുള്ളൂ, അതായത് ഗോവിന്ദപുരത്ത് ഉണ്ടാകാറുള്ളൂ എന്നാണ് പറയുന്നത്. കൂടുതൽ സമയം അവർ ജോലിയും മറ്റുമായി പല ദേശങ്ങളിലായിരിക്കും. കുറച്ച് ദിവസം നാട്ടിൽ കഴിയുക, പിന്നീട് മടങ്ങിപ്പോവുക, ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതായിരുന്നു ഇവരുടെ രീതി.
എന്തായാലും ഇവർക്ക് ഒരുമിച്ച് വിട നൽകുന്ന ഈ നിമിഷം നമുക്ക് ഒരിക്കലും തന്നെ വിവരിക്കാൻ കഴിയാത്ത അത്രമേൽ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കാണിപ്പോൾ ഈ മിങ്കര ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ശ്മശാന ഭൂമി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികളുടെ അടക്കം 2 കുട്ടികളുടെ അടക്കം മൃതദേഹം ഇവിടേക്ക് എത്തിച്ചപ്പോൾ ആ കാഴ്ച നമുക്ക് ഒരിക്കലും തന്നെ വിവരിക്കാൻ കഴിയാത്തതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ അവർക്ക് മതിയായിട്ടുള്ള ചികിത്സ നൽകുമെന്നും അവർക്ക് ധനസഹായം ഉറപ്പാക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി എം പി രാജേഷ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഉടനെ തന്നെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, കുഴികളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ എടുത്ത് പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഇവർക്ക് ഒരുപാട് പരാതികളുണ്ട്. അതായത് ഇവർ ഇപ്പോൾ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ചാണെങ്കിലും ഏറെ പരാതികൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പരിമിതികൾക്ക് നടുവിൽ നിന്ന് ജോലി തേടി, അതായത് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി തേടി പോയപ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഇതാ ഈ നാട് അവർക്ക് വിട നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഹിയിൽ നിന്ന് മദ്യം വാങ്ങി അത് കഴിച്ച് തിരിച്ചു വരുന്നതിനിടെയാണ് ഈ ലോറി ഡ്രൈവറും ക്ലീനറും ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം തന്നെ വരുത്തിവെച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. സത്യത്തിൽ ഒരു വരുത്തിവെച്ച അപകടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പുറകിലത്തെ സീറ്റിൽ ഡ്രൈവർ ജോസ് കിടന്നുറങ്ങുമ്പോൾ ക്ലീനറാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. ഈ വാഹനം വളരെ വേഗതയിലായിരുന്നു എന്ന് പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും മറ്റും വ്യക്തവുമാണ്. സത്യത്തിൽ ഇവർ ഈ ഏകാദശി ആയതുകൊണ്ട് വാഹനങ്ങൾ കൂടുതലായിരിക്കും എന്ന് കരുതി പതിവ് ഉറക്കം, ഇവർ സ്ഥിരമായി ഉറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് മാറി ഈ ട്രാക്കിലേക്ക് ഇന്നലത്തെ കിടത്തം മാറ്റുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. സുരക്ഷിതമെന്ന് കരുതി അവർ നിന്ന ഇടത്തേക്കാണ് ഈ അപകടം പാഞ്ഞെത്തിയത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേരുടെ ശരീരത്തിലൂടെയാണ് ഈ ലോറി കടന്നുപോയത്. ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ലോറി നിർത്താൻ പലകുറി ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും ഈ ലോറി നിർത്താൻ ഈ സംഘം, ഈ 2 പേരടങ്ങുന്ന ഡ്രൈവറും അതോടൊപ്പം തന്നെ ക്ലീനറും തയ്യാറായില്ല. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പാത അവസാനിച്ചതോടെ ഇവർ ലോറി ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പുറകിലൂടെ ബൈക്കിലെത്തിയ യുവാക്കളാണ് ഇരുവരെയും പിടികൂടിയത്. കക്കൂസ് ടാങ്ക് വൃത്തിയാക്കുന്ന ജോലികൾക്ക് വേണ്ടിയാണ് ഈ സംഘം പാലക്കാട് നിന്ന് എത്തിയിരുന്നത്. 5 ദിവസത്തെ പണി കൂടി കിട്ടിയതോടുകൂടി സംഘത്തിലെ കുറച്ചുപേർ മാത്രം ഇവിടെ തുടരുകയായിരുന്നു. ബാക്കിയുള്ളവർ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അവരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 5 പേരുടെയും മൃതദേഹം ശരി നിഖിൽ, ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇപ്പോൾ ഗോവിന്ദാപുരത്തെ ശ്മശാനത്തിൽ. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ADM-ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയുടെ ഹർജി. കെ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന സംശയം തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് കോടതിയെ സമീപിച്ചത്. CPIM നേതാവ് PP ദിവ്യ പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല. PP ദിവ്യയ്ക്ക് ഭരണതലത്തിൽ വലിയ പിടിപാടുണ്ട്. മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ്. ഇക്കാരണത്താൽ തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയെന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം CCTV അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചതുമില്ല. നിർണായക തെളിവുകൾ അന്വേഷണ സംഘം കുഴിച്ചുമൂടിയെന്നും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികളിൽ മനഃപൂർവമായ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട്. അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നോ എന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു. അതിനാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനും CBI അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് BJP നേതാവ് V മുരളീധരൻ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ പങ്ക് പരിശോധിക്കണമെന്നും V മുരളീധരൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ വസ്തുതകൾ പുറത്തുവരാൻ ധാരാളം തടസ്സങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ പോലും ഈ സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ പങ്കുൾപ്പെടെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യമാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ട് ഈ കേസ് CBI അന്വേഷിക്കണം എന്നുള്ള അവരുടെ കുടുംബത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മുടെ ഭരണഘടന, നമ്മുടെ അഭിമാനം.
ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75-ാം വാർഷികാഘോഷ നിറവിൽ രാജ്യം. നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. ഭരണഘടന രൂപം കൊണ്ട പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാൾ തന്നെയാണ് ചരിത്രപരമായ ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷ ചടങ്ങിനും സാക്ഷ്യം വഹിച്ചത്. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരു സഭകളുടെ അധ്യക്ഷന്മാരും ചേർന്ന് സ്വീകരിച്ച് ആനയിച്ചു. ഭരണഘടനാ ദിനാശംസകൾ നേർന്ന രാഷ്ട്രപതി പൗരാവകാശങ്ങളുടെ കാവലാളും സമൂഹത്തിന്റെ നെടുംതൂണുമാണ് ഭരണഘടനയെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും ആഹ്വാനം ചെയ്തു. संविधान हमारे देश का सबसे पवित्र ग्रंथ है. हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है. हमारा संविधान हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है. രാജ്യത്തിനിത് അഭിമാന നിമിഷമെന്ന് സ്വാഗത പ്രസംഗത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ഭരണഘടനാ ദിനം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികത്തിന്റെ സ്മാരകമായി നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. സംസ്കൃതം, മൈഥിലി ഭാഷകളിലുള്ള ഭരണഘടനാ പകർപ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും വേദിയിലിരുന്നു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. സുപ്രീം കോടതിയിൽ ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. भारत का संविधान ही हमें रास्ता दिखा रहा है, हमारे लिए गाइडिंग लाइट बना हुआ है. साथियों, भारत के भविष्य का मार्ग अब बड़े सपनों, बड़े संकल्पों की सिद्धि का है. आज हर देशवासी का एक ही ध्येय है, विकसित भारत का निर्माण. विकसित भारत का मतलब है जहां देश के हर नागरिक को एक क्वालिटी ऑफ लाइफ मिल सके, डिग्निटी ऑफ लाइफ मिल सके. ये सामाजिक न्याय, सोशल जस्टिस का भी बहुत बड़ा माध्यम है और ये संविधान की भी भावना है. इसलिए बीते वर्षों में देश में लोगों के बीच आर्थिक और सामाजिक समानता लाने के लिए कई कदम उठाए गए हैं. बीते 10 वर्षों में 53 करोड़ से ज्यादा ऐसे भारतीयों का बैंक खाता खुला है जो बैंक के दरवाजे तक नहीं पहुंच पाते थे. बीते 10 वर्षों में 4 करोड़ ऐसे भारतीयों को पक्का घर मिला है जो कई पीढ़ियों से बेघर थे. बीते 10 वर्षों में 10 करोड़ से ज्यादा സുപ്രീം കോടതിയിൽ ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണിപ്പോൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും BJP നേതൃയോഗത്തിൽ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ മറുപടി. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി നേതാക്കൾ നീക്കം തുടങ്ങി. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് ഭാരവാഹികളിൽ ചിലർ ആവശ്യപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണം എന്നും ആവശ്യമുയർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെയെന്ന് K. സുരേന്ദ്രൻ മറുപടി നൽകി. പാലക്കാട് ജില്ലാ കമ്മിറ്റി വൈകാതെ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കും. അടുത്ത മാസം 7, 8 തീയതികളിൽ ചേരുന്ന ഭാരവാഹി യോഗം റിപ്പോർട്ട് പരിശോധിക്കുകയും
നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. 7-8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചയ്ക്കെടുക്കും. തെരഞ്ഞെടുപ്പിൽ തന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തെന്നും ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയതായും വിവാദങ്ങളോട് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. തനിക്ക് ആർക്കെതിരെയും വ്യക്തിപരമായ പരാതികളില്ലെന്നും എൻ ശിവരാജൻ അടക്കമുള്ളവരുടെ പരസ്യപ്രതികരണം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്നുമായിരുന്നു സി കൃഷ്ണകുമാർ പ്രതികരിച്ചത്. പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുമില്ല. ശിവരാജേട്ടനെ പോലെ ഒരു സീനിയർ ആയിട്ടൊരാൾ പറഞ്ഞതിനെ സംബന്ധിച്ച്, ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും. ഇതിനിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചു. വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് മുൻപന്തിയിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: ഷവർ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തിന് ശേഷവും പാലക്കാട് BJPയിലെ പൊട്ടിത്തെറികൾ കൈവില്ല. പോര് തുടരുന്നവരുടെ BJPയുടെ നഗരസഭാ കൗൺസിലർമാരെ സ്വാഗതം ചെയ്ത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ രംഗത്തെത്തി. BJP നേതൃത്വത്തെ വിമർശിച്ച കോഴിക്കോട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ രഘുനാഥിന്റെ ബൂത്തില് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പാർട്ടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. ഈ പരാജയം നമുക്ക് പ്രശ്നമല്ല. രഘുനാഥല്ല തീരുമാനിക്കേണ്ടത്. കൗൺസിലർമാരെ രഘുനാഥ് ഇവിടെ ആരറിയും? നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തിനും വഴങ്ങാനൊരുക്കമല്ല ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ. കൊച്ചിയിൽ നടക്കുന്ന BJP യോഗത്തിലും എൻ ശിവരാജൻ പങ്കെടുത്തിട്ടില്ല. തനിക്കെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ നടത്തിയത് വൈകാരിക പ്രതികരണമെന്ന് സി കൃഷ്ണകുമാറും പ്രതികരിച്ചു. ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയൊരു രാഷ്ട്രീയക്കാരിയല്ല. ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയണം 18 കൗൺസിലർമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അവർ കാലത്ത് അവരുടെ ആ ഒരു വികാരപരമായിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചാണ്. നേതൃത്വത്തിന്റെ വിമർശനങ്ങളിൽ BJP നഗരസഭാ കൗൺസിലർമാർക്കിടയിൽ അതൃപ്തി തുടരുകയാണ്. നഗരസഭാ അംഗങ്ങളെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരുക്കമെന്ന് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ. അപ്പം ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ഞങ്ങളുടെ ഈ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും BJP എന്ന് മാത്രമല്ല അവരുടെ നയം ഉപേക്ഷിച്ച് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ആശയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. അവർ തീരുമാനിക്കണോ നാളെ ഞങ്ങൾക്ക് BJPയെ തുടരാൻ പറ്റില്ല എന്ന് തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നത് സ്വീകരിക്കും. ഇതിനിടെ കോഴിക്കോട് നഗരത്തിൽ BJP നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് സേവ് BJPയുടെ പേരിൽ പോസ്റ്റർ. 24 പാലക്കാട്. വയനാട്ടിൽ BJP മുൻ ജില്ലാ പ്രസിഡന്റ് പാർട്ടി വിട്ടു. KP മധുവാണ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടത്. CPIM കോൺഗ്രസ് നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടെന്നും ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. 2 വശത്ത് നിന്നുകൊണ്ട് നല്ല ഉഗ്രൻ തമ്മിലടിയാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചാണ് ഇതിനകത്ത് നിൽക്കേണ്ടത്? ഒരു ജയിക്കുമെന്നുള്ള ഒരു ഫീല് പോലുമില്ല. ഇനി അങ്ങനെ ഒരു ഫീൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇല്ലാതെയാക്കാമെന്നതിനെക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഈ പാർട്ടിയിൽ കാണുന്നത്. ഇപ്പോൾ പാലക്കാട് പോലും ഗ്രൂപ്പുകളിയുടെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു ഇപ്പോൾ ഉണ്ടായ ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായത്. അവിടുത്തെ ഗ്രൂപ്പുകളിയുടെ ഭാഗമാണ്. എനിക്ക് ഫേവറായിട്ടുള്ള അത് ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല. ഫേവറായിട്ടുള്ള ആരുടെ കൂടത്ത് വേണമെങ്കിലും പോകാം. ഇവിടെ കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും നേതാക്കന്മാർ എന്നോട് സമീപിച്ചിട്ടുണ്ട്, എന്നോട് ചർച്ച നടത്തിയിട്ടുണ്ട്. മാനസികമായിട്ട് ഞാൻ അതിനൊരു തയ്യാറെടുപ്പ് അന്ന് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. വാർത്താ സന്ധ്യയിലേക്ക് തിരികെ. കേരളത്തിലെ സംരംഭകരെ ആദരിക്കുന്നതിനായി സല്യൂട്ട് കേരള 2024 സംഘടിപ്പിച്ച് ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് കൊച്ചി താജ് വാന്ത ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങ് വ്യവസായ മന്ത്രി P. രാജു ഉദ്ഘാടനം ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 100 കോടി രൂപ മിച്ചമുള്ള 1000 വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമെന്ന് P. രാജു പറഞ്ഞു. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഇൻമേക്ക് ലീഡർഷിപ്പ് സല്യൂട്ട് പുരസ്കാരത്തിന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അർഹനായി. കേരളത്തിന്റെ വ്യവസായ ഭൂപടത്തിനെ രാജ്യത്തിന് പുറത്തേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിനാണ് പുരസ്കാരം. ധനമന്ത്രി KN ബാലഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 സീനിയർ ക്യാമറമാൻ VS രാഹുലിനാണ് ദൃശ്യമാധ്യമ രംഗത്തെ ക്യാമറമാനുള്ള പുരസ്കാരം. ഒറ്റമുറിയിൽ താമസിക്കുന്ന കൊച്ചി വരാപ്പുഴയിലെ കുടുംബത്തിന്റെ ദൃശ്യങ്ങൾക്കാണ് പുരസ്കാരം. ഡിസംബർ 3 അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബ് പുരസ്കാരം സമ്മാനിക്കും. ശബരിമല വാർത്തയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.